ലതീഷ്, ഇവിടെ കൃത്യമായി തന്നെ മണക്കാട് സുരേഷ് എന്ന് പറഞ്ഞ വളരെ മുതിർന്ന നേതാവിനെയാണ് വെട്ടിയൊതുക്കിയത്. അവിടെ നടക്കാവിൽ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ ഒരുപാടുണ്ട്. നേരത്തെ രാവിലെയുള്ള ബുള്ളറ്റിനുകളിൽ AK ലതീഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ പലരും പേയ്മെൻറ്റ് സീറ്റ് എന്നുള്ള ആരോപണവും പല സ്ഥാനാർത്ഥികളുടെ പേരിലും വരികയും ചെയ്യുന്നുണ്ട്. കോഴിക്കോട് നഗരസഭയിൽ എന്താണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബുദ്ധിമുട്ടിലായിരിക്കുന്നത്? സിജു, കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനിൽ നിലവിൽ ഉള്ള 75 വാർഡിൽ 17 വാർഡുകൾ മാത്രമാണ് UDF നിലവിലുള്ളത്. അതിൽ ഇത്തവണ നിയാസിനെ മുൻനിർത്തി കോർപ്പറേഷൻ പിടിച്ചെടുക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് UDF പ്രചാരണ രംഗത്തേക്ക് UDF കടക്കുന്നത്. ആ ഘട്ടത്തിലാണ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയെങ്കിലും കോൺഗ്രസിനുള്ളിൽ സീറ്റ് മോഹികളുടെ എണ്ണം വർദ്ധിക്കുന്നു. നടക്കാവ് വാർഡുമായി ബന്ധപ്പെട്ട് ഇന്നലെ DCC ഓഫീസിൽ ചേർന്ന യോഗത്തിലാണ്, സ്ഥാനാർത്ഥി നിർണയ യോഗത്തിലാണ് മണ്ഡലം പ്രസിഡന്റുമാരായ വിൽഫ്രഡും സുകുമാരനും അതേപോലെ തന്നെ ധനേഷും റഫീഖും അവരെ പിന്തുണയ്ക്കുന്ന ആളുകളും പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. ഈ ഏറ്റുമുട്ടൽ കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതോടെ DCC പ്രസിഡന്റിനെ വിവരമറിയിക്കുകയും പ്രശ്നം ശാന്തമാക്കുകയുമായിരുന്നു. ഇനി ഈ 4 സ്ഥാനാർത്ഥികളെയും ഒഴിവാക്കിക്കൊണ്ട് മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ള നിലയിലേക്കാണ് DCC മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതേപോലെ തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലും വലിയ ഭൂരിപക്ഷം LDF-നുണ്ട്. വലിയ തോതിൽ LDF-ന് സ്വാധീനമുള്ള കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്ക് ഈ പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണമാണ് തുടക്കത്തിൽ തന്നെ കോൺഗ്രസിൽ ഉയർന്നു വരുന്നത്. അത് പുതുപ്പാടി സീറ്റ് ഒരു പ്രവാസി വ്യവസായിക്ക് നൽകാനുള്ള ഒരു തീരുമാനം എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പ്രാദേശികമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഉയരുന്നത്. അത് KPCC-യുടെ മുന്നിൽ എത്തിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇത്തരമൊരു പ്രശ്നങ്ങളൊന്നും തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ നിലവിൽ കോഴിക്കോട് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നുള്ള നിലപാടാണ് ഇന്ന് DCC അധ്യക്ഷൻ K പ്രവീൺകുമാർ പറഞ്ഞത്. മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇന്നലെ DCC ഓഫീസിൽ കയ്യാങ്കളി നടന്നു എന്ന വളരെ കൃത്യമായ വിവരം തന്നെയാണ് നമ്മൾ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയിലും കോൺഗ്രസിനുള്ളിൽ സീറ്റ് മോഹികളുടെ എണ്ണം വർദ്ധിക്കുന്നു. നേരത്തെ നിർഭൻ സൂചിപ്പിച്ച പോലെ തന്നെ പ്രാദേശിക തെരഞ്ഞെടുപ്പാണ്, പ്രാദേശിക നേതാക്കൾക്ക് കൂടുതൽ അവസരം ലഭിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെ പോലും ഇത്തരത്തിൽ ഗ്രൂപ്പും നേതാക്കളുടെ ഇഷ്ടക്കാരെയും തിരികെ കയറ്റിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗവും വലിയ തോതിൽ മലീമസമാക്കാനുള്ള ഒരു പ്രവർത്തനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിൽ അണികളും നേതാക്കളും ഒരേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അതിൽ UDF-ന്റെ നേതൃത്വത്തിൽ തന്നെ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നാണ് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്.